കോഴിക്കോട്ടെ നിപ സാഹചര്യം വിലയിരുത്താൻ കോഴിക്കോട് അവലോകന യോഗം. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ യോഗത്തിൽ പങ്കെടുക്കാനായി കളക്ടറേറ്റിലെത്തിയിരിക്കുന്നു. അവലോകന യോഗത്തിന് ശേഷം മെഡിക്കൽ കോളേജും അദ്ദേഹം സന്ദർശിക്കും. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, ഇപ്പോൾ പ്രതിപക്ഷം വലിയ പ്രതിഷേധമുയർത്തിയതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ജില്ലാ ഡോക്ടർമാർ, DMOമാർ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായുള്ള പ്രതികരണങ്ങൾ പല ഘട്ടങ്ങളിലായി കെ മുരളീധരൻ നടത്തുകയാണ്. നിപയുടെ കാര്യത്തിലായാലും കോളറയുടെ കാര്യത്തിലായാലും. അപ്പോൾ അതിലൊരു ഏകോപനത്തിന്റെ കുറവ് എന്ന് ഡോക്ടർമാർ തന്നെ അഭിപ്രായം പറഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട്. ഷാദ്, ഇപ്പോൾ ആരോഗ്യമന്ത്രി എത്തിയിരിക്കുന്നു. ഇപ്പോൾ കളക്ടറേറ്റിലാണോ യോഗം? സ്മൃതി, കോഴിക്കോട് കളക്ടറേറ്റിലാണ് യോഗം നടക്കുന്നത്. അല്പസമയം മുൻപാണ് ആരോഗ്യമന്ത്രി എത്തിച്ചേർന്നിട്ടുള്ളത്. യോഗം ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം യോഗം ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, ഒപ്പം തന്നെ സൂപ്രണ്ട്, മറ്റ് ആരോഗ്യ പ്രവർത്തകർ, വിവിധ ജില്ലകളിൽ നിന്ന്, അതായത് ഏകദേശം 5ഓളം ജില്ലകളിൽ നിന്നുള്ള കളക്ടർമാരെ ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിപ്പ, ഒപ്പം തന്നെ ഷിഗല്ലയും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അറിയാനും സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നിപ്പയായിരിക്കും പ്രധാന വിഷയം. കാരണം നമുക്കറിയാം, രാഷ്ട്രീയ വിവാദം, അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ഇന്നലെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ കണ്ടെയ്ൻമെന്റ് സോണായി തിരിക്കണമോ എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് അങ്ങനെ ആക്കി തിരിക്കണം എന്ന ആവശ്യം പ്രതിപക്ഷം ഇതിനോടകം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലൊരു കണ്ടെയ്ൻമെന്റ് സോൺ ആക്കി തിരിക്കേണ്ട എന്നതാണ് നിലവിൽ സർക്കാരിന്റെ തീരുമാനം. ആരോഗ്യവകുപ്പും അത്തരത്തിലൊരു കാര്യമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ അതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു സങ്കീർണമായിട്ടുള്ള സാഹചര്യമുണ്ടോ എന്നുള്ളത് എന്തായാലും ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഈ 43-കാരനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യനില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഏതൊക്കെ തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ഇനി വരുത്തേണ്ടത്? മാത്രമല്ല, ഈ രോഗിക്ക് നിലവിൽ 48 മണിക്കൂറിനുള്ളിൽ അടുത്ത ഡോസ് മരുന്ന് നൽകേണ്ടതുണ്ട്. അപ്പോൾ ആ മരുന്ന് നൽകാൻ അദ്ദേഹം പ്രാപ്തനാണോ എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള മരുന്നും നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം മരുന്ന് നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ 48 മണിക്കൂറിനുള്ളിലാണ് ആ മരുന്ന് നൽകുക എന്നുള്ളതായിരുന്നു ഇന്നലെ ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ആ സ്ഥിതിഗതി, അതായത് അദ്ദേഹത്തിന്റെ ആരോഗ്യം എങ്ങനെയാണ്, ആ മരുന്ന് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന പാകത്തിലാണോ അദ്ദേഹം ഇപ്പം ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ വെന്റിലേറ്ററിലാണ് ചികിത്സയിലുള്ളത്. കൂടുതൽ ആളുകളെ ഇപ്പോൾ നിരീക്ഷണത്തിലായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഷിഗല്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. ശരി, ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. ആരോഗ്യമന്ത്രി ഇപ്പോൾ ഇതാ കളക്ടറേറ്റിൽ എത്തിയിരിക്കുന്നു അവലോകന യോഗത്തിനായി.